ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വൈകുന്നേരത്തെ ഒരു സമയമാണ്, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. TV കാണുന്നുണ്ട് പിള്ളേരൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ നോട്ട്ബുക്കിൽ എന്തോ എക്സ് അങ്ങനെ വെട്ടിക്കളി അങ്ങനെ എന്തോ സംഭവം അത് അവരെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു, കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കില്ല് വന്നിട്ടുണ്ട്. അന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ കില്ല് വന്നു. അപ്പോൾ പിന്നെ ഇന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ പിടിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നാളെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമാണല്ലോ. ഇപ്പോൾ നാളെ ക്ലാസ്സും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മളിനി രാത്രിക്കുള്ള ഫുഡിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് കുറച്ച് കുറവാണ്. പിന്നെ ഇപ്പോൾ തൊട്ടിട്ട് ഞാൻ 2 നേരം വയ്ക്കുക ചെയ്യുക ചോറൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി ചോറ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളിനി ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് ചിക്കൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കില്ലുള്ളത് കൊണ്ട് ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളായി, നമ്മൾ ഒരു ഹെൽപ്പിന് ഒരാളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വളരെ റിലാക്സായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് നല്ലോണം ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മഴ ഇല്ല എന്നാരും പറയരുത്. അപ്പോൾ അരമാതി നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ്. ഇനി അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അഫ്ഗാനി ഇവിടെ ഒക്കെ ഒന്ന് ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ചേർക്കാനായിട്ട് നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പിന്നെ പുതിനയില, അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇട്ടിട്ട് നമ്മളത് ആദ്യം അരച്ചെടുക്കുകയാണ്. മിക്സിയിൽ അരച്ചെടുക്കുക, എന്നിട്ട് ചേർത്ത് പിടിപ്പിച്ച് വെക്കുകയാണ്. പിന്നെ അതിന് ശേഷം തൈരും ഫ്രഷ് ക്രീമും, അതുപോലെ നമ്മുടെ ഗരം മസാല, കുരുമുളക്, നാരങ്ങയുടെ നീരും, പിന്നെ എന്താ പറയുക കസൂരി മേത്തിയൊക്കെ എടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് വെക്കണം. ബാറ്ററിയിലാണ്ട് വെക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂറൊക്കെയാണ് വെക്കേണ്ടത്. ഞാനൊരു 3/4 മണിക്കൂർ തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും പിന്നെ എടുത്തു. പിന്നെ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് പിന്നെ അതിങ്ങനെ വറുത്തെടുക്കുകയാണ്. അത് നല്ല വേണ്ട ഒരു 3/4 ഭാഗത്തോളമൊക്കെ ആയതിൻ്റെ ശേഷം പിന്നെ അതിങ്ങനെ വറുത്ത് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇവിടെ കിലോ ആണെങ്കിൽ ഇങ്ങനെ ബോളാക്കി തന്നു. അപ്പോൾ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ചുട്ടെടുത്ത് കുറച്ചധികം ഉണ്ടായിരുന്നു. പക്ഷേ 2 ആളും കൂടി ആകുമ്പോൾ പിന്നെ അതങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അല്ല അതിൻ്റെ മേലെ ഇങ്ങനെ കൊളുത്തിട്ടുണ്ട്. ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ 2 ആളും കൂടി നിന്നപ്പോൾ അത്ര വേഗം കഴിഞ്ഞു പണികളൊക്കെ. പിന്നെ നമ്മുടെ കറി ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഞാൻ കുറച്ച് ഗ്രേവി കൂടുതലെടുത്ത്. അപ്പോൾ എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ചാറ് വേണം. ചാറോട് കൂടി കഴിക്കാനാണ് കണ്ണനാണെങ്കിലും നിത്തുവിനാണെങ്കിലും അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. നേരത്തെ ഡോർ അടയ്ക്കുക. കുറ്റിട്ടോ കുറച്ച് വേണ്ട തുറക്കുക. ഏതായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയമാണെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴ പെയ്യുന്നത് നല്ലതാണ്, നല്ല തണുപ്പാണ്. പക്ഷേ നല്ല കാറ്റും മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോവോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കട്ടൻ ചായ എല്ലാതും കൂടിയിട്ട് നമ്മൾ കഴിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.